കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങളിൽ ഉത്തർപ്രദേശ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. കുട്ടിക്കടത്ത് കേസുകൾ യു.പി. സർക്കാർ ഗൗരവത്തോടെ കാണുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നിരാശയുണ്ടെന്നും സുപ്രീം കോടതി. പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയ അലഹാബാദ് ഹൈക്കോടതിയെയും രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി ഇത്തരം കേസുകൾ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്നും ഉത്തരവിട്ടു. യു.പിയിൽ തട്ടിക്കൊണ്ടുപോയ ആൺകുഞ്ഞിനെ ദമ്പതികൾക്ക് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിലെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് യു.പി. സർക്കാർ ഗൗരവത്തോടെയല്ല വിഷയം കൈകാര്യം ചെയ്തതെന്ന് വിമർശിച്ചു. പ്രതികൾക്ക് അലഹാബാദ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടും എന്തുകൊണ്ട് യു.പി. സർക്കാർ അപ്പീൽ നൽകിയില്ലെന്നും സർക്കാരിന്റെ നടപടി നിരാശാജനകമാണെന്നും ചൂണ്ടിക്കാട്ടി. കേസിലെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയ അലഹാബാദ് ഹൈക്കോടതി നടപടിയെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. പ്രതികൾ സമൂഹത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തിയത്. ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഉദാസീനമായി കൈകാര്യം ചെയ്തുവെന്നും നിരവധി പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്നും സുപ്രീം കോടതി പറഞ്ഞു. കുട്ടികളെ കടത്തുന്ന കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാത്ത വിചാരണകളുടെ സ്ഥിതി അറിയിക്കാൻ രാജ്യത്തുടനീളമുള്ള ഹൈക്കോടതികൾക്ക് നിർദ്ദേശവും നൽകി. കുട്ടിക്കടത്ത് കേസുകളിൽ 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാനും ദൈനംദിന വിചാരണ നടത്താനും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മോഷ്ടിക്കപ്പെട്ട കുഞ്ഞാണെന്ന് അറിഞ്ഞു തന്നെയാണ് ദമ്പതികൾ ദത്തെടുത്തതെന്ന ഗൗരവമായ വിഷയവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇതിൽ ആശുപത്രി അധികൃതരുടെ അലംഭാവത്തെയും വിമർശിച്ച സുപ്രീം കോടതി ഇത്തരം ആശുപത്രികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇത്തരം കേസുകളിലെ ഏതൊരു അലസതയും ഗൗരവമായി കാണുമെന്നും കോടതി ലക്ഷ്യമായി കണക്കാക്കുകയും ചെയ്യുമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. 2020 മുതൽ ഏകദേശം 36,000 കുട്ടികളെ കാണാതായിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയെ അറിയിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.